നമ്മളിപ്പോഴുള്ളത് കൊട്ടാരക്കര ചന്തമുക്കിലാണ്. ചന്തമുക്കിൽ നിന്ന് ഒട്ടും ആളുകളൊന്നുമില്ല. പൊതുവേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഏകദേശം ആളുകളൊക്കെ ഒഴിഞ്ഞ മട്ടാണ് ഉള്ളത്. നമസ്കാരം ചേട്ടാ, എവിടെയാ? കൊട്ടാരക്കരയാണോ വീട്? കൊട്ടാരക്കര എവിടെയാ? വാളകത്താണ്. ഓക്കെ, ഇവിടെ കച്ചവടമാണോ അതോ കടയിൽ നിൽക്കുവാണ്? ഏതാ, മറ്റേ ലക്കി സെൻറ്റർ ആണോ? എത്ര കാലമായിട്ടുണ്ട്? 4-5 വർഷങ്ങളുണ്ട്. ആണോ? ഇപ്പം എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? സുഖമാണ്. ഇവിടെ എങ്ങനെയാ രാഷ്ട്രീയം മാറ്റം ഉണ്ടാവുമോ? രാഷ്ട്രീയം കൊടിക്കുന്നിലാണോ സാധ്യത? ഒന്നും പറയാൻ പറ്റില്ല. മത്സരം ശക്തമാവും. നല്ല ചൂടാ അല്ലേ? ഇപ്പൊ ചൂടാ, നല്ല ചൂടാണ് എന്നാണ് പറയുന്നത് മാർക്കറ്റിലുള്ളവർക്കും. അപ്പോൾ രാഷ്ട്രീയത്തിലും നല്ല ചൂടുണ്ട്, അന്തരീക്ഷത്തിലും നല്ല ചൂടാണ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മെസ്സേജുകൾ ഞാൻ കാണുന്നു. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നമ്മളിപ്പോഴുള്ളത് ചന്തമുക്കിലാണ്. ചന്തമുക്കിൽ ഹായ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. എന്താ പേരെന്താ? സുനിൽ. സുനിൽ എന്ത് ചെയ്യുന്നു? വീഡിയോ എഡിറ്ററാണ്. ഇവിടെയാണോ? കൊട്ടാരക്കരയാണോ? പത്തനംതിട്ട. ഓക്കെ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ? രാഷ്ട്രീയം ഇവിടെ എനിക്ക് തോന്നുന്നത് കൊടിക്കുന്നിൽ അനുകൂലമാണെന്ന് തോന്നുന്നു. കൊടിക്കുന്നിൽ സാധ്യതയുണ്ട്, ട്രെൻഡ് ഉണ്ട് കൊടിക്കുന്നിൽ അനുകൂലമായിട്ട് അല്ലേ? ഓക്കെ, എന്താണ് ഒന്ന് ചേട്ടാ ഒന്ന് പറഞ്ഞത്? കൊടിക്കുന്നിൽ സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ കണ്ടതിൽ 10-ൽ 5 പേർക്ക് കൊടിക്കുന്നിൽ സാധ്യതയുണ്ടെന്ന് പറയുന്നു. 5 പേരെ സംബന്ധിച്ച് കൊടിക്കുന്നിൽ സാധ്യത ഇല്ല, അരുൺകുമാറിനാണ് സാധ്യത എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. എന്താ അവസ്ഥ ഇവിടെ? ഇതാണോ ലോട്ടറിയാണോ? ഒന്ന് അടുത്തോട്ട് വരുമോ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ലോട്ടറി കച്ചവടം ഇപ്പൊ ഇത്തിരി കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞിരിക്കുക. അപ്പൊ ആൾക്കാരുടെ പൈസയൊന്നുമില്ല. പെൻഷൻ കിട്ടിയാൽ നിങ്ങൾക്കും ആൾക്കാരെ ലോട്ടറി എടുക്കാൻ വരും അല്ലേ? അങ്ങനൊരു കണക്ക് കേട്ടിട്ടുണ്ട്. ശരിയാണോ? പെൻഷൻ കൃത്യമായിട്ട് കിട്ടുവായിരുന്നെങ്കിൽ കച്ചവടമൊക്കെ നടന്നേനെ. അപ്പൊ മൊത്തത്തിൽ എങ്ങനെയാ ഇവിടെ മാവേലിക്കര മണ്ഡലത്തിന്റെ ഒരു സാധ്യത? ഒന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത മത്സരമായിരിക്കും. അവിടെ കാപ്പിപ്പൊടിയോ കഴിഞ്ഞോ? ഇനി ഇത് കഴിഞ്ഞിട്ട് പോകും. ഓക്കെ, അപ്പൊ എത്ര മണിക്ക് വരെ ഉണ്ടാവും കച്ചവടം? 9 മണിയുണ്ട്. രാത്രി 9 മണി വരെ. രാവിലെ എത്ര മണിക്ക് വരും? രാവിലെ 8 മണിക്ക്. 8 മണിക്ക്. ഓക്കെ, അപ്പോൾ ഹാപ്പിയാണ് മൊത്തത്തിൽ. കൊട്ടാരക്കര എങ്ങനെ ആൾക്കാരൊക്കെ പൊതുവെ ഈ ചൂടൊക്കെ എങ്ങനെ അതിജീവിക്കുന്നു? ചൂടൊക്കെ ഭയങ്കര ചൂട്, വലിയ ചൂടാ അല്ലേ? വലിയ ശല്യം. 2-3 കുപ്പി വെള്ളമായിട്ടൊക്കെ വരും. ഓക്കെ, നോമ്പും കൂടാ. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ ചൂടും നോമ്പും കൂടി ആകുമ്പോൾ പ്രശ്നമാണ് അല്ലേ?